അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കബ്സ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കോരി മാറ്റട്ടോ. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഈ കബ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു മന്തിൻ്റെ ഈ കബ്സിൻ്റെ ഒക്കെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതിലാറ് ടേസ്റ്റ് തന്നെ പറയട്ടോ. നമുക്കിത് ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് നമ്മൾ കബ്സ് വെക്കണത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കൊക്കെ ഇട്ട് കൊടുക്കട്ടോ. നമ്മളിവിടെ ബസ്മതിൻ്റെ റൈസ് 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സോയാബീനും കുറച്ച് ടൈം വെള്ളത്തിലൊന്നും കുതിരാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് മസാല കൂട്ടി വെച്ച പാത്രത്തിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ, അതേപോലെ കുറച്ച് മുളക് പൊടിയും, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് സോയാബീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. സോയാബീൻ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. നമുക്ക് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയ്ക്ക് തന്നെയാണ് കേട്ടോ സോയാബീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഈ സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ടൈം വെള്ളത്തിലിട്ട് വെക്കണം. ഈ സോയാബീൻ ആദ്യം ഭയങ്കര ഹാർഡായിട്ടുള്ളതായിക്കാരം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ചെറിയ സോയാബീൻ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. സോയാബീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്ന് നമ്മളിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് വെക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കട്ടോ സവാള. ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ ഇവിടെ ഏകദേശം തിളക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. കല്ലുപ്പാണ് കേട്ടോ ഇടണത്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളെ
സവാളയൊക്കെ ഇവിടെ ഏകദേശം വഴണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ. ഇതിലേക്ക് നമുക്ക് 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കപ്സ മസാലയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടെടുക്കട്ടെ. നമ്മളിതിലേക്ക് പച്ചമുളക് ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ച് ഇട്ടെടുത്തോളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് തക്കാളി നേരത്തെ അരച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ. നമുക്കിതിലേക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് അധികം തന്നെ ചപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ചപ്പ് കുറച്ച് അധികം തന്നെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടെടുക്കട്ടോ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സോയാബീനും ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് വെച്ചതില്ലേ, അതും കൂടെ ഇട്ടെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ റൈസൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഊറ്റിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇല്ലേ, അതിലേക്ക് ഇട്ടെടുക്കട്ടോ. ഊറ്റിയിട്ട് നന്നായിട്ട് ചൂടാറാൻ വെക്കണമൊന്നുമില്ല. ഊറ്റി അപ്പം തന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ റൈസ്. ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു റൈസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ ഈ റൈസ്. നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ. താഴെയുള്ള മസാലയൊക്കെ ഇതിലേക്കാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ചെറിയ തീയിലായിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് നല്ല ദമ്മിൽ കിടക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.